ഹലോ എവരിവൺ. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മിഷൻ ഒളിമ്പിയാഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹൈസ്കൂൾ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. സ്കോളർഷിപ്പ് കിട്ടുന്ന, വലിയ പ്രൈസ് മണി കിട്ടുന്ന, ഒത്തിരി നമുക്ക് ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടുന്ന ഒരു ഇഷ്ടം പോലെ എക്സാമുകൾ നമുക്ക് ഹൈസ്കൂളിൽ തന്നെ എഴുതാൻ പറ്റും. അതിലൊന്നാണ് ഒളിമ്പിയാഡ് എക്സാമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒളിമ്പിയാഡ് എക്സാമുകൾ തന്നെ പല ആളുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. SOF കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ഒളിമ്പിയാഡുകളുണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് അഥവാ IMO എന്ന് പറയുന്ന SOF നടത്തുന്ന ഒളിമ്പിയാഡിനെ കുറിച്ചിട്ടും അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അതിന്റെ സിലബസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ, അങ്ങനെയുള്ള ഒരു ഫണ്ടമെന്റൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ IMO എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഷഫീർ സാറിന്റെ ഒരു വീഡിയോ ഹൈസ്കൂൾ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട ആളുകൾക്ക് ഓൾറെഡി എന്താണ് IMO ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ് എന്ന് അറിയായിരിക്കും. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ എന്ത് ചെയ്യാം, ഇതിന് ശേഷം പോയി കാണാം. ഓക്കെ, അപ്പോൾ ഒളിമ്പിയാഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ എക്സാമുകൾ എഴുതാൻ പറ്റും. കാരണം ഓട്ടോമാറ്റിക്കലി എല്ലാത്തിൻ്റെയും സിലബസ് ഏകദേശം സെയിം ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ കാര്യം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ എക്സാമുകൾ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ NSMC വേൾഡ് എക്സാം, NSTSE വേൾഡ് എക്സാമുകൾ, അല്ലെങ്കിൽ ഒളിമ്പിയാഡ് എക്സാമുകൾ, ഇങ്ങനെ പല ക്ലാസ്സുകൾ എഴുതാൻ പറ്റുന്ന പല എക്സാമുകളുണ്ട്. അപ്പോൾ ഈ എക്സാമുകൾക്കൊക്കെ ഒരേ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് IMOയുടെ ഒരു ബേസിക് സ്ട്രക്ചർ കാര്യങ്ങൾ എന്നൊക്കെയാണ്. അപ്പോൾ ഇത് 2 ലെവലായിട്ടാണ് നടത്തുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഷഫീർ സാർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഫസ്റ്റ് ലെവലിൽ 4 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, 4 സെക്ഷൻസ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 4 സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മെന്റൽ എബിലിറ്റി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരിക, ലോജിക്കൽ റീസണിംഗിൽ വരിക. അടുത്തത് മാത്തമാറ്റിക്കൽ റീസണിംഗ്, കുറച്ചുകൂടി മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ലോജിക്, മാത്സും ലോജിക്കും കൂടെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരിക. അടുത്തത് എവരിഡേ മാത്തമാറ്റിക്സ്, അതിൽ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അതിൽ വരും. അതുപോലെ തന്നെ അച്ചീവേഴ്സ് സെക്ഷൻ. അപ്പോൾ ഇത് ഓരോന്നും എന്താണ്, അതിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയി പറയാം. പക്ഷേ ഇങ്ങനെ 4 സെക്ഷൻസ് ആയിട്ടാണ് എന്ത് ലെവൽ 1 എക്സാം വരുന്നത്. അപ്പോൾ ഈ ഓരോ സെക്ഷനിലും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് എത്ര മാർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പറഞ്ഞു ലോജിക്കൽ റീസണിംഗ് ആണ്. അതിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ 15 മാർക്സ് ആണ് ലോജിക്കൽ റീസണിംഗ് വരുന്നത്. സെക്കൻഡ് സെക്ഷന് മാത്തമാറ്റിക്കൽ റീസണിംഗ്, അതിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓരോ മാർക്ക്. അപ്പോൾ 20 × 1 20 മാർക്സ് ആണ് അതിലുണ്ടാവുക. അതുപോലെ എവരിഡേ മാത്തമാറ്റിക്സിന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓരോ മാർക്കാണ്. സോ 10 മാർക്സ് ഉണ്ടാവും. then അച്ചീവർ സെക്ഷൻ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ, പക്ഷേ ഒരു ക്വസ്റ്റിന് 3 മാർക്സ് ഉണ്ടാവും. സോ ടോട്ടൽ 15 മാർക്സ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസും 60 മാർക്സും ആണ് ലെവൽ 1 എക്സാമിന് ഉണ്ടായിരിക്കുക. 4 സെക്ഷൻസിൽ ഓരോ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ലെവൽ 2 വരുമ്പോൾ സിലബസ് ഞാൻ പറയാം. ഇതിൽ ഓരോ സെക്ഷനിലും വരുന്ന സിലബസ് എന്താണെന്ന് ഞാൻ പറയാം. പക്ഷേ അതിന് മുമ്പ് ലെവൽ 2 കാര്യം കൂടെ നമുക്ക് നോക്കാം. ലെവൽ 2 2 സെക്ഷനായിട്ടാണ് വരുന്നത്. സെക്ഷൻ 1 മാത്തമാറ്റിക്സ്, സെക്ഷൻ 2 അച്ചീവേഴ്സ് സെക്ഷൻ. അപ്പോൾ എന്താണ് അച്ചീവേഴ്സ് സെക്ഷൻ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, എല്ലാം പറയും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ സെക്ഷൻ 1 മാത്തമാറ്റിക്സിൽ ലെവൽ 2 45 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ് വരിക. 45 ക്വസ്റ്റ്യൻസ്, ഓരോ മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ ടോട്ടൽ 45 മാർക്സ് ഉണ്ടാവും. സെക്കൻഡ് സെക്ഷൻ വരുന്നത് അച്ചീവേഴ്സ് സെക്ഷൻ ആണ്. അതിൽ 5 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക്. സോ ടോട്ടൽ 15 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. സോ അവിടെയും 50 ക്വസ്റ്റ്യൻസ് 60 മാർക്സ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ 2 സെക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എക്സാമും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഈ ഒരു സംഭവമാണ്. ഓക്കെ, യെസ്. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻസ് ഓഫ് ലെവൽ 1 ഒളിമ്പിയാഡ് എക്സാംസ് വിൽ ബി 60% ഫ്രം ദ കറന്റ് ക്ലാസ് സിലബസ് ആൻഡ് 40% ഫ്രം ദ പ്രീവിയസ് ക്ലാസ് സിലബസ്. എക്സാമ്പിൾ, ക്ലാസ് 7 IMO എക്സാം വിൽ ഹാവ് 60% ക്വസ്റ്റ്യൻസ് ഫ്രം ക്ലാസ് 7 സിലബസ് ആൻഡ് 40% ക്വസ്റ്റ്യൻ ഫ്രം ക്ലാസ് 6 സിലബസ്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ലെവൽ 1 നിങ്ങൾക്കറിയാം 4 സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന സിലബസ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്, അതായത് യൂഷ്വലി ഒളിമ്പിയാഡ് എക്സാം ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ടൈമിലാണ് വരിക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസിന്റെ സിലബസ് ഉണ്ടാവുമല്ലോ, ആ സിലബസിൽ നിന്നായിരിക്കും അതിന്റെ 60% ക്വസ്റ്റ്യൻ വരിക. ബാക്കി 40% നിങ്ങൾ തൊട്ട് മുമ്പ് വർഷം ഏത് ക്ലാസ്സിലാണോ പഠിച്ചത് അവിടെ ആയിരിക്കും. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ 7th പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 7th ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ 7th പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 60% ക്വസ്റ്റ്യൻസ് 7th സിലബസിനും ബാക്കി 40% ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം 6th ആ സ്റ്റുഡൻറ്റ് പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുമായിരിക്കും. ലെവൽ 1 കേട്ടോ, ലെവൽ 1. ഇനി ക്വസ്റ്റ്യൻസ് ഓഫ് ലെവൽ 2 ഒളിമ്പിയാഡ് എക്സാംസ് വിൽ ബി ഫ്രം കറന്റ് ക്ലാസ് സിലബസ് ഓൺലി. ലെവൽ 2 വരികയാണെങ്കിൽ എന്തായിരിക്കും, അത് ആ കറണ്ട് സിലബസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് സിലബസിന് മാത്രമായിരിക്കും ലെവൽ 2 ക്വസ്റ്റ്യൻസ് വരിക. ദെൻ ക്വസ്റ്റ്യൻസ് ഇൻ അച്ചീവേഴ്സ് സെക്ഷൻ വിൽ ബി ഫ്രം കറന്റ് ക്ലാസ് സിലബസ് ഓൺലി. അച്ചീവേഴ്സ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസും എന്ത് തന്നെയാണ്, നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസിന്റെ സിലബസിൽ നിന്ന് മാത്രമാണ് അച്ചീവേഴ്സ് സെക്ഷൻ വരിക. അപ്പോൾ ലെവൽ 1 മാത്രമാണ് ഈ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ,
സോ ഇനി എന്താണ് നമുക്ക് ഇതിന്റെ സിലബസ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 സെക്ഷൻസ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. ഓരോ സെക്ഷനിൽ എന്താ വരുന്നത് നോക്കാം. സെക്ഷൻ 1 ലോജിക്കൽ റീസണിംഗ് ആണ്. അതിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ്, മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ മുന്നേ നമ്മുടെ പല ക്ലാസ്സുകളും കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇനി അറിയാത്ത പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ വരും. അപ്പോൾ എല്ലാവരും അതിന് വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സെക്ഷൻ 2 വരുന്നത് റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻടു വേരിയബിൾസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്നിങ്ങനെ പോകുന്ന സിലബസ് ആണ്. അപ്പോൾ ഈ സിലബസ് കാണുന്നവർക്ക് അറിയാം, നമ്മൾ CBSE പഠിക്കുന്നവർക്ക് അറിയാം ഇത് NCERT സിലബസ് ആണ്. NCERT സിലബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി +1 +2 ഒക്കെ എല്ലാ സ്റ്റുഡൻസും, കേരള സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസും അല്ലെങ്കിൽ എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കാൻ പോകുന്ന സിലബസ് ആണ് NCERT സിലബസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് JEയും നീറ്റും എല്ലാ എൻട്രൻസുകളൊക്കെ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഹൈസ്കൂൾ സ്റ്റുഡൻസിനുള്ള ഈ ഒരു ഒളിമ്പ്യാഡ് എക്സാമിന് അവർ NCERT സിലബസ് ആക്കി വെച്ചു? കേരള സ്റ്റേറ്റ് എഴുതുന്ന അല്ലെങ്കിൽ കേരള സിലബസ് പഠിക്കുന്നവരില്ലേ, തമിഴ്നാടും കർണാടകയും ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളിൽ പഠിക്കുന്നവരില്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും കൂടെ ഇപ്പോൾ കേരള സിലബസ് വെക്കുകയാണെങ്കിൽ മറ്റു സംസ്ഥാനക്കാർക്ക് പ്രശ്നമാണ്, തമിഴ്നാട് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് പ്രശ്നമാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു എക്സാം കോമൺ ആയിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുക നാഷണലി എല്ലായിടത്തും യൂസ് ചെയ്യുന്ന സിലബസ് ആണ്. അതാണ് NCERT. CBSE ഒക്കെ യൂസ് ചെയ്യുന്ന NCERT സിലബസ്. അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണിത്. നമ്മുടെ ഫൗണ്ടേഷൻ പഠിക്കുന്നവർക്ക് അറിയാം, ഫൗണ്ടേഷൻ കോഴ്സിൽ മാത്തമാറ്റിക്സ് കോഴ്സിന്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള എന്താണ്? NCERT സിലബസ് ആണ്. എന്തുകൊണ്ട് NCERT സിലബസ് കീപ്പ് ചെയ്തു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് NCERT നമ്മൾ പഠിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി കേരള സിലബസിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കവർ ആവും. കേരള സിലബസ് NCERT കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ചേ ഉള്ളൂ, അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് NCERT. സോ NCERT കവർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളോട് പഠിക്കും. രണ്ടാമതൊരു കാര്യം, ഇത്തരത്തിലുള്ള ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമുകളോ നാഷണൽ ലെവലിലുള്ള ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതണമെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള NCERTയിൽ നല്ല ബേസ് വേണം എന്നുള്ളതാണ്. ഇനി NTSE എക്സാം വരുന്നുണ്ടെങ്കിൽ അതിന് NCERT ആണ് സെക്കൻഡ് ലെവലിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമ്മുടെ NSMC പോലുള്ള എക്സാമുകൾക്ക് അത് NCERT ആണ്. എല്ലാം NCERT ആണ്. നാഷണൽ ലെവലിൽ നടക്കുന്ന ഏതൊരു എക്സാമിനും NCERT ആണ് ബേസിക്സ് ആയിട്ട് വരിക എന്നുള്ളതാണ് അടുത്ത റീസൺ. അതിന് മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞെങ്കിൽ NCERT ആണ് കുറച്ചും കൂടെ പ്രോബ്ലംസ് ഓറിയന്റഡ്, കുറച്ചും കൂടെ പല ടൈപ്പ് വെറൈറ്റി കോമ്പറ്റീവ് എക്സാമിനൊക്കെ വരുന്നതും അല്ലാത്തതായിട്ടുള്ള പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് NCERTയിലുണ്ട്. അപ്പോൾ മാത്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ NCERT ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ A+ഉം കാര്യങ്ങളും കേരള സിലബസിൽ പഠിക്കുന്നതൊക്കെ ഈസി ആയിട്ട് കവർ ചെയ്യാം. മാത്രമല്ല ഇത്തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാമുകൾക്കും നല്ലൊരു ബൂസ്റ്റ് കിട്ടും. +1 +2 ഇനി എല്ലാവരും പഠിക്കാൻ പോകുന്നത് എന്താണ്? NCERT ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫൗണ്ടേഷനിൽ നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഫൗണ്ടേഷനിലുള്ള ചാപ്റ്റേഴ്സ് ആണ്, കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. സോ അവർക്ക് ഇനി ഒരു ഒളിമ്പ്യാഡ് എന്നല്ല ഏതൊരു എക്സാം വരികയാണെങ്കിലും ഫൗണ്ടേഷനിൽ ആ ഒരു രീതി നമ്മൾ പഠിച്ചത് കൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കവർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി the syllabus of the section 3, the syllabus of this section will be based on the syllabus of the mathematical reasoning and quantitative aptitude. അതായത് mathematical reasoning എന്ന് പറയുന്ന സെക്ഷൻ 2ന്റെ സിലബസിന്റെ കൂടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും കൂടെ ആഡ് ചെയ്തതാണ് സെക്ഷൻ 3യുടെ സിലബസ്. അത് സെക്ഷൻ 4 ഹൈ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് സിലബസ് ആസ് പെർ സെക്ഷൻ 2. സെക്ഷൻ 2ന് ഇതേ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് പക്ഷേ കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ 4ൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി കണ്ടു നമ്മൾ എന്താ സിലബസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ്, ഈ ഒരു സിലബസും അതിന്റെ കൂടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും, ഇത്രയാണ് പഠിക്കാനുള്ളത്. സെക്ഷൻ 3ലും സെക്ഷൻ 4ലും മേജർ ആയിട്ട് വരുന്നത് സെക്ഷൻ 2ന്റെ അതേ സിലബസ് തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യന്റെ സ്റ്റൈലിലും പാറ്റേണിലും ഡിഫിക്കൽട്ടി ലെവലിലും ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഒളിമ്പ്യാഡ് എക്സാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് പഠിച്ചു പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനിലുള്ള സ്റ്റുഡൻസ് ആണ് കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ സിലബസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതിന്റെ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒളിമ്പ്യാഡ് പോലെയുള്ള ഇത്തരത്തിലുള്ള ഏതൊരു നാഷണൽ ലെവൽ എക്സാമുകൾക്കും എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സിലബസ് സെറ്റ് ചെയ്തിട്ടുള്ളതും ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതും. നമ്മുടെ വർക്ക് ബുക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വർക്ക് ബുക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രീവിയസ് ഇയർ ഒളിമ്പ്യാഡിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. kvpy, JEE, നീറ്റ് പോലെയുള്ള വലിയ എൻട്രൻസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് നമ്മുടെ വർക്ക് ബുക്കുകളിൽ ഹൈസ്കൂൾ ലെവലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അത് നമ്മൾ ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ രീതിയിൽ പഠിക്കണം. അല്ലാതെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് സാധാ ട്യൂഷന് പോവുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫൗണ്ടേഷനിൽ ആ രീതിയിൽ അഡ്വാൻസ് അതിനെ പഠിപ്പിക്കുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് കുറച്ചും കൂടി അഡീഷണൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ലൈവുകളായിട്ടും വീഡിയോസും ഷോർട്സ് ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിനെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ടും, നിങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് സ്കൂൾ ലെവലിലാണ് ഈ ഒരു എക്സാം നടത്തുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഈ ഒരു എക്സാം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ എക്സാം എഴുതാൻ ആളുകൾ വേണം, അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സ് വേണം. എന്നാലേ സ്കൂളുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, SOF ഈ ഒരു എക്സാം നടത്തുള്ളൂ. സ്കൂളിൽ ഇതിനെ അപ്ലൈ ചെയ്ത് അവർ പെർമിഷൻ കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് എന്ത് ചെയ്യണം, അവിടെ വേണം. SOF എഴുതുന്ന ഈ ഒരു IMO എഴുതുന്ന
കാണുന്ന ഒരു ഗ്രൂപ്പ് അവിടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നിങ്ങളുടെ മാത്സ് ടീച്ചേഴ്സിനും കൂടെ ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. കാരണം നിങ്ങളുടെ മാത്സ് ടീച്ചേഴ്സിനും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് കണ്ടന്റ് സൈഡിലും അതുപോലെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ സൈഡിലൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ സ്കൂളിന്റെ സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലും നിങ്ങളുടെ ടീച്ചേഴ്സിനാണ് അതിൽ റോൾ ഉള്ളത്. സോ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഈ ഒരു ചാനലിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.